Good afternoon, all. Welcome to Civil 360 IAS Academy and welcome to today's Hindu newspaper analysis. Before going to the detailed discussion of today's Hindu newspaper, we are introducing a new program called Prelims Mains Companion. So, what is this program? This is an integrated mains and prelims test series. എന്നാൽ ടെസ്റ്റ് സീരീസ് മാത്രമല്ല, ഈ ഒരു 10 മാസം നമുക്കിനി ഒരു മെയ് 23 നെക്സ്റ്റ് പ്രിലിംസ് വരുന്നത്. സോ ആ മെയ് 23 വരെ നമുക്ക് അറൗണ്ട് ഒരു 10 മന്ത്സ് ഉണ്ട്. ആ ഒരു 10 മന്ത്സ് പ്രോപ്പർ ആയിട്ട് ഒരു സ്ട്രാറ്റജിയോട് കൂടി പഠിക്കുകയാണെങ്കിൽ യു ഹാവ് എ ബെറ്റർ ചാൻസ് ടു ക്ലിയർ ദ നെക്സ്റ്റ് അറ്റംപ്റ്റ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു 10 മാസം നമ്മൾ എങ്ങനെ പഠിക്കണം, ഒരു സ്ട്രാറ്റജിയോട് കൂടി ഒരു 4 മാസം വി ഷുഡ് ഫോക്കസ് ഓൺ ദ മെയിൻസ് ആൻഡ് ദെൻ ലേറ്റർ 6 months വി ഷുഡ് ഫോക്കസ് ഓൺ ദ പ്രിലിംസ്. സോ അത്തരത്തിൽ നിങ്ങൾ ഡെയിലി അതിൽ തന്നെ ഒരു മന്ത്ലി പ്ലാൻ നിങ്ങൾക്ക് വേണം, വീക്ക്ലി പ്ലാൻ വേണം, അതുപോലെ തന്നെ ഡെയിലി പ്ലാനും നിങ്ങൾക്ക് വേണം. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ എന്ത് പഠിക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്ന് അതിൻ്റെ നോട്ട്സും അതിൻ്റെ PYQ അനാലിസിസും എവറിത്തിങ് ഒരു സമ്മറി ക്ലാസ്സും ആ സബ്ജക്റ്റിൻ്റെ പ്രൊവൈഡ് ചെയ്ത് ലൈക്ക് എ ക്രാഷ് കോഴ്സ് നമ്മൾ ആ ക്ലാസ് എടുക്കുന്നുണ്ട്. സോ അതൊരു വൺ ഓഫ് ദ കോംപ്രഹെൻസീവ് പ്രോഗ്രാമാണ് ദിസ് ഇസ്. അപ്പോൾ അടുത്ത മാസം ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ അടുത്ത വർഷം അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് ബിഗിനർ ആയിക്കോട്ടെ, റിപ്പീറ്റർ ആയിക്കോട്ടെ, വർക്കിംഗ് പ്രൊഫഷണൽ ആയിക്കോട്ടെ. ഇപ്പോൾ വർക്കിംഗ് പ്രൊഫഷണലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡോണ്ട് ഹാവ് മച്ച് ടൈം. സോ നിങ്ങൾ പേഴ്സണലൈസ് ആയിട്ട് സ്ട്രാറ്റജി അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഒരു വൺ സൈസ് ഫിറ്റ് ഓൾ അപ്രോച്ച് യൂസ് ചെയ്യാതെ എന്താണോ ആ ഒരു വർക്ക് ചെയ്യുന്ന ആളുടെ ഡിമാൻഡ് അതിനനുസരിച്ച് പ്രോഗ്രാം നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. സോ ദർ വുഡ് ബി എ പേഴ്സണൽ മെൻറ്റർ ഫോർ യു. ഓക്കെ, ആ മെൻറ്റർ നിങ്ങൾക്കെല്ലാം അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ദിസ് പ്രോഗ്രാം ഈസ് ഇൻ ഹൈബ്രിഡ് മോഡൽ, സോ യു ക്യാൻ ജോയിൻ ഇൻ ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. ദെൻ പേഴ്സണലൈസ്ഡ് മെൻറ്റർഷിപ്പ്, പ്രിലിംസ് മെയിൻസ് ടെസ്റ്റ് സീരീസ്, ഡെയിലി ആൻസർ റൈറ്റിംഗ്. 5 മണി എന്ന് പറഞ്ഞ സമയമുണ്ടോ യു ക്യാൻ കം ടു സിവിൽ 360 IAS അക്കാദമി ആൻഡ് യു ക്യാൻ റൈറ്റ് ദ ഡെയിലി ആൻസർ റൈറ്റിംഗ്. ഓക്കെ, അത് ഓൺലൈൻ ആയിട്ടുണ്ട്. ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ വി ഫുഡ് അപ്ലോഡ് ദ ഡെയിലി ആൻസർ ഡെയിലി ക്വസ്റ്റ്യൻസ് ഇൻ ദ പ്ലാറ്റ്ഫോം. Timely evaluation and feedback, and we also conducted an orientation session about this program on the 26th July and that completed. ഇപ്പോൾ നിങ്ങൾക്ക് അത് വേണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ഇൻ ദിസ് നമ്പർ. ഓക്കെ, ഇപ്പോൾ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും യു ക്യാൻ കോൺടാക്ട് ദിസ് നമ്പർ. ദെൻ ഇതുപോലെ ഓറിയന്റേഷൻ ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് വീഡിയോ യു ക്യാൻ ആക്സസ്. ഓക്കെ, ദെൻ വി ആർ സ്റ്റാർട്ടിങ് അവർ ന്യൂസ് പേപ്പർ ഡിസ്കഷൻ. ഓക്കെ, the first news: to fix the unemployment, fix the economy first. അതായത് ഇപ്പോൾ നിലവിൽ എഡ്യൂക്കേഷൻ മേഖലയിൽ ഒരുപാട് റിഫോംസ് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ നമുക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഓവറോൾ നമ്മുടെ ഒരു എക്കണോമിയിൽ കുറേ മാറ്റങ്ങൾ വരുത്തണം. ഓക്കെ, ദിസ് ന്യൂസ് ഓൾസോ ടോക്ക് അബൌട്ട് ദ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാരണം നമുക്ക് കുറേ ജോബ് ലോസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ചൈന ഇത്തരത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുവന്നപ്പോൾ ചൈന എന്താ സ്വീകരിച്ചത്? ജോബ് ലോസ് ഉണ്ടായിപ്പോൾ ഇന്ത്യ എന്താണ് ചെയ്യേണ്ടത്? അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നു. ദെൻ AI's നെക്സ്റ്റ് ടെസ്റ്റ് റീച്ചിങ് ഇന്ത്യാസ് ഇൻഫോർമൽ വുമൺ വർക്കർ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയാണ് വുമണിനെ ഹെൽപ്പ് ആകുന്നത്? അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വുമൺ അതിലെ കുറേ ഫീച്ചേഴ്സൊക്കെ വുമൺ എത്രത്തോളം ഡിസഡ്വാൻറ്റേജ് ആകുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ആണ് വേണ്ടത്. എല്ലാ സെക്ഷനും നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കണം. സോ അതുകൊണ്ട് തന്നെ പിന്നീട് ഇൻക്ലൂസീവ് AI എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് പറയുന്നതാണ് ഈ ആർട്ടിക്കിൾ. ദെൻ ഡൊണാൾഡ് ട്രംപ് റീസെൻ്റ്ലി ഒരു താരിഫ് മെഷേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് ഫോഴ്സ്ഡ് ലേബർ എവിടെയാണോ, ഏത് രാജ്യത്താണോ ഉള്ളത്, ആ രാജ്യത്ത് നിന്ന് അമേരിക്കയിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസിൽ അധികം നികുതി ചുമത്തുമായിരുന്നു, താരിഫ് നമ്മൾ ചുമത്തുമായിരുന്നു. ഇപ്പം ഗവൺമെൻറ് ഇന്ത്യയിലും കുറച്ച് മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പം അതിനെ കുറിച്ചാണ് ന്യൂസ്. അത് എത്രത്തോളം എഫക്റ്റീവ് ആണ്, അത് ആക്ച്വലി ഒരു ഫോഴ്സ്ഡ് ലേബർ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെഷറാണോ, അത് അമേരിക്കയുമായിട്ട് ട്രേഡ് എഗ്രിമെന്റ് എഗ്രി ചെയ്യാനായിട്ട് കൺട്രീസിനെ ഫോഴ്സ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മെഷർ ആണോ എന്നാണ് ചോദിക്കുന്നത് ഈ ആർട്ടിക്കിളിൽ. ദെൻ ഫോഴ്സ്ഡ് ലേബർ. ഓക്കെ, ദെൻ ഡൊണാൾഡ് ട്രംപിന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയും US തമ്മിൽ ഒരു സിവിൽ ന്യൂക്ലിയർ എഗ്രിമെന്റ് റീസെന്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എഗ്രിമെന്റ് സൈൻ ചെയ്തതിന് ശേഷം അമേരിക്ക ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് സൗദി അറേബ്യ യു ക്യാൻ ജോയിൻ ദിസ് എഗ്രിമെന്റ്, ബട്ട് യു നീഡ് ടു ജോയിൻ അല്ലെങ്കിൽ യു നീഡ് ടു എഗ്രി ദ എബ്രഹാം അക്കോർഡ്സ്.
ഓക്കെ, അത് സൈൻ ഇൻ ചെയ്താൽ മാത്രമേ സൗദി അറേബ്യ ഇതിനായിട്ട് ഈ ഡീൽ നിലവിൽ വരുള്ളൂ എന്ന് പറയും. ഓക്കെ, ആഫ്റ്റർ ദ എഗ്രിമെന്റ് സൈൻ ചെയ്തതിന് ശേഷം. സോ ആ ഒരു ന്യൂക്ലിയർ എഗ്രിമെന്റിനെ കുറിച്ചാണ് ആ ന്യൂസ്. ഓക്കെ, ദെൻ ദ ഫസ്റ്റ് ന്യൂസ്. The debate on the rising unemployment, increasing AI adoption and need for labor-centric economic reforms in India. ഇന്ത്യയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡെവലപ്പായി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ജോബ് ലോസ് ഉണ്ടാകുന്നുണ്ട്. വി നീഡ് ടു അഡ്രസ് ദാറ്റ്. ഇന്ത്യയിൽ ഇപ്പം നിലവിലെ എന്താ സംഭവം നോക്കാം. ഇന്ത്യസ് ലാർജ് യൂത്ത് പോപ്പുലേഷൻ റിക്വയേഴ്സ് ഹൈ എംപ്ലോയ്മെന്റ് ഇലാസ്റ്റിസിറ്റി. ഇന്ത്യ വൺ ഓഫ് ദ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉള്ള, അല്ലാന്നുണ്ടെങ്കിൽ യൂത്ത് പോപ്പുലേഷൻ ഒരുപാടുള്ള ലോകത്തിലെ വൺ ഓഫ് ദ മെയിൻ രാജ്യം തന്നെയാണ് ഇന്ത്യ. അപ്പൊ ഇന്ത്യയിൽ പോപ്പുലേഷൻ കൂടുതലാണ്, പക്ഷെ അതിനനുസരിച്ച് എന്ത് വേണം, നമുക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും വേണം. സോ ഇന്ത്യ നീഡ് ഹൈ എംപ്ലോയ്മെന്റ് ഇലാസ്റ്റിസിറ്റി. എംപ്ലോയ്മെന്റ് ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1% GDP ഒരു രാജ്യത്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ എത്രത്തോളം പെർസെൻറ്റേജ് അവിടുത്തെ എംപ്ലോയ്മെന്റ് റേറ്റ് കൂടുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു ടേമാണ് എംപ്ലോയ്മെന്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സോ വി നീഡ് എ ഹയർ എംപ്ലോയ്മെന്റ് ഇലാസ്റ്റിസിറ്റി. നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്, GDP കൂടുന്നുണ്ടെങ്കിലും വി നീഡ് ടു എൻഷുർ ദാറ്റ് വി ഷുഡ് ഹാവ് എ ഹയർ എംപ്ലോയ്മെന്റ് ഇലാസ്റ്റിസിറ്റി. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കുറച്ച് കൺസേൺസ് ഉണ്ട്. നമ്മുടെ പ്രൊഡക്ടിവിറ്റി, ഇപ്പം AI യൂസ് ചെയ്തിട്ട് നമ്മളൊരു കാര്യം ചെയ്യുക, ഒരു ബിസിനസ് റൺ ചെയ്യുക, ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുക, അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക, ദ പ്രൊഡക്ടിവിറ്റി വുഡ് ഇൻക്രീസ്. ഓഫ് കോഴ്സ് അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഡൗട്ടൊന്നുമില്ല. ബട്ട് ഇറ്റ് ഈസ് റീപ്ലേസിങ് സം ജോബ്സ്. അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പൊട്ടൻഷ്യലി വേഴ്സണിങ് ദ അൺഎംപ്ലോയ്മെന്റ്. ചില ആൾക്കാരുടെ ജോലി കളയാൻ ഇത് കാരണമാകുന്നുണ്ട്. ഓക്കെ, ചൈനയിൽ എന്താ ചെയ്ത് നോക്കാം. ഇത് ചെറിയൊരു ആർട്ടിക്കിളാണ്. ചൈനയും ഇന്ത്യയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പോയി ആർട്ടിക്കിൾ. ചൈനയിൽ ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് നിങ്ങൾക്ക് തുടക്കത്തിൽ ഒരു കേസ് സ്റ്റഡി പോലെ ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. കേസ് സ്റ്റഡി പോലെ നമുക്ക് മെയിൻസ് ആൻസർ റൈറ്റിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് ജോലി നഷ്ടപ്പെടുന്നു എന്നതാണല്ലോ നമ്മൾ എപ്പോഴും ഡിബേറ്റ് വരുന്നത്. അപ്പോൾ അതിൽ ചൈന എന്ത് ചെയ്തു? ദിസ് ഈസ് എ ഗുഡ് കേസ് സ്റ്റഡി. ചൈനയിൽ ഇതുപോലെ ഒരുപാട് റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. 2024 ആകുമ്പോഴത്തേനും ഏകദേശം 2 മില്യൺ ഇൻഡസ്ട്രിയൽ റോബോട്ട്സ് പല ഫാക്ടറീസിലും ചൈനയിലുണ്ടായിരുന്നു. സോ ഇറ്റ് റീപ്ലേസ്ഡ് മെനി ജോബ്സ്. അപ്പോൾ ചൈനയിലെ ജുഡീഷ്യറി ഇൻവോൾവ് ചെയ്തു. ജുഡീഷ്യറി ഇന്റർവെൻഷൻ പറഞ്ഞു, കോർട്സ് റൂൾഡ് അഗെയിൻസ്റ്റ് AI ബേസ്ഡ് അൺഫെയർ ഡിസ്മിസൽസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതുകൊണ്ട് തന്നെ കുറെ ജോലി പോയത് അത് തെറ്റാണെന്ന് അവിടെ ജുഡീഷ്യറി പറഞ്ഞു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചൈനയിൽ എന്ത് വെച്ച് കഴിഞ്ഞാൽ ദ ഡെവലപ്ഡ് എ എംപ്ലോയ്മെന്റ് ഫസ്റ്റ് സ്ട്രാറ്റജി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു കഴിഞ്ഞാലും ജോലി നഷ്ടപ്പെടരുത്. അപ്പൊ അതിനുവേണ്ടി ഒരു സ്ട്രാറ്റജി അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴുള്ള വർക്ക് ഫോഴ്സിനെ അവർ റീസ്കിൽ ചെയ്തു, അല്ലെങ്കിൽ റീട്രെയിനിങ് നടത്തി അവരുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്തു. ഇപ്പോൾ ഒരാൾക്കാരുടെ ജോലി നഷ്ടപ്പെട്ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നപ്പോൾ. അപ്പോൾ ആ നഷ്ടപ്പെട്ട ആളുടെ സ്കില്ല് ഒന്നും കൂടി കൂട്ടിയിട്ട് തൊട്ട് മുകളിൽ ഹയർ ലെവലിലുള്ള ജോബിലോട്ട് എത്താനുള്ള സ്കില്ലുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സെക്ടേഴ്സിനെയും പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് നമുക്ക് ലേബർ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടെക്സ്റ്റൈൽ മേഖലയാവും, ഗാർമെന്റ്സ്, ഫാർമസ്യൂട്ടിക്കൽ മേഖല, ഇവിടെയൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല. ബട്ട് ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സെക്ടേഴ്സ് നമ്മൾ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടും. ഓക്കെ, സോ ഇന്ത്യയിൽ എന്താ അവസ്ഥ? ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഈസ് പ്രൊമോട്ടിങ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഓക്കെ, ആർട്ടിക്കിൾ പറയുന്നതാണ് നോട്ട് ഫോളോയിങ് ദ ഈസ് ഓഫ് ലിവിങ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും ഈസ് ഓഫ് ലിവിംഗ് എന്ന് പറയുകയാണെങ്കിൽ, ഈസ് ഓഫ് ഡൂയിങ് എന്ന് പറഞ്ഞാൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് നമുക്ക് നമ്മുടെ പോളിസീസും എല്ലാ കാര്യങ്ങളൊക്കെ അതിനനുയോജ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇന്ത്യയിൽ. പക്ഷേ ഈസ് ഓഫ് ലിവിങ് നമ്മൾ എൻഷുർ ചെയ്യുന്നില്ല. അതായത് ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ബട്ട് ഒരു വ്യക്തിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇൻകം കിട്ടുന്നുണ്ടോ, അവരുടെ ഹെൽത്ത് ഓക്കെ ആണോ, അവർക്ക് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സ്കില്ലും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ ഇന്ത്യ ഇപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യ അതിൽ ഫോക്കസ് കുറവാണ് എന്ന് പറയും. സോ ഇൻസ്റ്റെഡ് ഓഫ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വി നീഡ് ടു ഫോക്കസ് ഓൺ ദ ഈസ് ഓഫ് ലിവിങ്. ഓക്കെ, വി നീഡ് ടു റീസ്കിൽ അവർ പോപ്പുലേഷൻ. ഓക്കെ, ദെൻ ചൈനയിലും ഇന്ത്യയിലും തമ്മിൽ കമ്പയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്ന സെയിം കേസ്.
Okay, then major terms ഒക്കെ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ഈസ് ഓഫ് ഡൂയിങ്, ഈസ് ഓഫ് ലിവിങ് ആൻഡ് എംപ്ലോയ്മെന്റ് ഇലാസ്റ്റിസിറ്റി എന്നാണ് ഡിസൈൻ ചെയ്യുന്നത്. സോ ദിസ് ഇസ് നോട്ട് എ ബിഗ് ആർട്ടിക്കിൾ, അതൊരു വലിയൊരു ആർട്ടിക്കിൾ ഒന്നുമല്ല, ജസ്റ്റ് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യുന്നു. ആൻഡ് വി ഗോട്ട് എ ഗുഡ് കേസ് സ്റ്റഡി in the case of artificial intelligence. Okay, the next news, focusing on ensuring AI driven economic growth is inclusive, particularly for women in India's informal workforce, in line with the India AI governance guidelines and vision for Vikasit Bharat by 2047. അതായത് ഇന്ത്യ 2047 ഡെവലപ്ഡ് രാജ്യമാകാൻ വേണ്ടിയിട്ട്, ഡെവലപ്ഡ് കൺട്രി ആകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ ഒരു വിഷനെയാണ് ഇന്ത്യ വികസിത് ഭാരത് ബൈ 2047 എന്ന് പറയുന്നത്. ആൻഡ് ഇന്ത്യ ഓൾസോ ഹാവ് ഇന്ത്യ AI ഗവേണൻസ് ഗൈഡ് ലൈൻസ്, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗൈഡ് ലൈൻ വേണ്ടിയിട്ട് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിലവിൽ. സോ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ദാറ്റ് ഷുഡ് ബി ഇൻക്ലൂസീവ്. അതായത് അത് വുമൺ, പ്രത്യേകിച്ച് വുമണിനെയും അത് പ്രോപ്പറായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റണം. അതിൻ്റെ ബെനിഫിറ്റ് വുമണിന് ലഭിക്കണം. പ്രത്യേകിച്ച് ദ വുമൺ വർക്കിംഗ് ഇൻ ദ ഇൻഫോർമൽ സെക്ടർ. ഫോർമൽ സെക്ടേഴ്സിൻ്റെ എക്കണോമിയിൽ ഇൻഫോർമൽ സെക്ടേഴ്സ് ഉണ്ട്. ഇൻഫോർമൽ സെക്ടേഴ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൗസ് ഹോൾഡ് വർക്കുകൾ, അഗ്രികൾച്ചർ, ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് കൂടുതലും അതിൻ്റെ അവൈലബിലിറ്റി ഉറപ്പ് വരുത്തണം. എങ്കിലേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ടെക്നോളജി ഒരു ഇൻക്ലൂസീവ് ടെക്നോളജി ആയിട്ട് മാറാൻ പറ്റും. ദിസ് ഇസ് ദ സെൻട്രൽ തീം ഓഫ് ദിസ് ആർട്ടിക്കിൾ. ദെൻ കുറച്ച് ഡാറ്റ നോക്കാം. വുമൺ ഇൻ ഇൻഫോർമൽ സെക്ടറിൽ എത്രത്തോളം വുമൺ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൌണ്ട് 82% ഓഫ് ദി വർക്കിംഗ് വുമൺ ഇൻ ഇന്ത്യ ആർ എംപ്ലോയിഡ് ഇൻ ഇൻഫോർമൽ സെക്ടർ. ഫോർമൽ സെക്ടറിലല്ല, 82% of women are employed in informal sector like the agriculture, domestic work, home-based production and micro enterprises. Okay, then agriculture തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ agriculture and 76.9% of rural women are engaged in the agriculture according to the periodic labor force survey. ഒരു 76.9 ഒരു 77% സ്ത്രീകളും എന്ത് അഗ്രികൾച്ചർ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുവന്ന് അവരുടെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആക്കുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി റിയലി ഹെൽപ്ഫുൾ. അപ്പൊ അഗ്രികൾച്ചറിൽ തന്നെ വി ക്യാൻ ഫോക്കസ് യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് പ്രിസിഷൻ ഫാമിംഗ്, ക്രോപ്പ് അഡ്വൈസറി, ഇൻപുട്ട് ഒപ്റ്റിമൈസേഷൻ. നമ്മൾ ഇൻപുട്ടൊക്കെ പ്രോപ്പറായിട്ട് ആവശ്യമനുസരിച്ച് കൊടുക്കുന്നു, ഫെർട്ടിലൈസേഴ്സും കാര്യങ്ങളെല്ലാം, വെള്ളം എല്ലാം, അല്ലെങ്കിൽ മാർക്കറ്റ് ആക്സിലോട്ടൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ദിറ്റ് വുഡ് റിയലി ഹെൽപ്ഫുൾ ഫോർ ദ വുമൺ in the agriculture field. And according to the Farmers Act implemented, according to the Farmers Act, 61% of the women users reportedly improved quality of life within the 45 days. നമ്മൾ artificial intelligence യൂസ് ചെയ്ത് കഴിഞ്ഞാൽ there is a improvement in their quality of life എന്നൊരു ഡാറ്റയും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. Then 3 governance priorities. ഗവൺമെന്റ് എന്താണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്? ഓക്കെ, the first thing, gender impact assessment. ഇതുപോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റംസ് ഒരു ബയാസ്നെസ്സും കാണിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അത് ഒരു കാസ്റ്റിന്റെ ബേസിലാണെങ്കിലും, ജെൻഡറിന്റെ ബേസിലാണെന്നുണ്ടെങ്കിലും, ഡിസബിലിറ്റിയുടെ ബേസിലാണെങ്കിലും, ലൊക്കേഷന്റെ ബേസിലാണെങ്കിലും, വർക്ക് സ്റ്റാറ്റസിന്റെ ബേസിലാണെങ്കിലും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി ഷുഡ് ബി അവൈലബിൾ ടു എവ്രി വൺ. That should be inclusive. Okay, that should be inclusive. Then, so next is AI literacy. That means നമുക്ക് AI ലിറ്ററസി, ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പല സ്ഥലത്തും ഉപയോഗിക്കുന്നതിനെ കുറിച്ച് അറിയത്തില്ല. ഇപ്പൊ റൂറൽ ഏരിയാസിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ എന്താ, അവിടെ ഒന്നും ChatGPT യൂസ് ചെയ്യാനോ ജെമിനി യൂസ് ചെയ്യാനോ പോലും അറിയുന്നുണ്ടാവില്ല. So we need to ensure the AI literacy. So we need to, for that we need to integrate the AI training into ദീൻ ദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻസ്, അതായത് പോവർട്ടി എലിവേഷൻ പ്രോഗ്രാംസ്. ഇതിൻ്റെ അകത്ത് AI ട്രെയിനിങ് കൂടി കൊടുക്കുക. ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശൽ യോജന, അതായത് സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. പിന്നെ സ്കിൽ ഇന്ത്യ മിഷൻ ശക്തി, ഇതുപോലെയുള്ള പ്രോഗ്രാംസിനായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം AI ട്രെയിനിങ്. Then focus on the practical outcomes such as a better employment and access to government services. എംപ്ലോയ്മെന്റും ഗവൺമെന്റ് സർവീസസും നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി നമുക്ക് ലഭിക്കണം. Then next is the digital safety address. വുമൺ അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വുമൺ അത് ത്രെട്ടായിട്ട് മാറരുത്. We need to ensure the cyber security threats are not affecting the woman.
ഓക്കെ, ഇപ്പം ലൈക്ക് ഡീപ് ഫേക്സ്. ഓക്കെ, നമ്മുടെ പല നരേന്ദ്രമോദിയിലാണെങ്കിലും രശ്മിക മന്ദാനയുടെ ഡീപ് ഫേക്ക് വീഡിയോസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്, മീൻസ് വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഓൺലൈൻ ഹരാസ്മെന്റ്സ്, നോൺ കൺസെൻഷ്വൽ AI ജനറേറ്റഡ് കണ്ടന്റ്, ഇതുപോലുള്ള കണ്ടന്റിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, മീൻസ് ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് സ്ത്രീകളെ എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം. അതിനുള്ള മെഷേഴ്സ് എല്ലാം ഗവൺമെന്റ് നടപ്പിലാക്കി പറ്റും. ഫോർ ദാറ്റ് വി നീഡ് ടു സ്ട്രെങ്തൻ ദ IT amendment rules in 2021. Okay, then we have some AI related initiatives. Just അതിൻ്റെ പേരുകൾ നോക്കുക. ലൈക്ക് ഇന്ത്യ AI മിഷൻ, ഭാഷിണി, അതായത് മൾട്ടി ലിംഗ്വൽ AI പ്ലാറ്റ്ഫോമാണ്. ദെൻ ആർട്ടിഫിഷ്യൽ ഇന്ത്യ AI ഗവേണൻസ് ഗൈഡ്ലൈൻസ് ആൻഡ് ക്രോസ് സെക്ടർ AI പാർട്ണർഷിപ്സ്. ഇതെല്ലാം AI മേഖലയിൽ ഇന്ത്യ ചെയ്തേക്കുന്ന ഇനീഷ്യേറ്റീവ്സ് ആണ്. Then next, Wine news. The US imposed 10% tariff on the imports. US imposed 10% tariff on the imports from India and several other countries under the Section 301 of the US Trade Act, citing concerns over the goods allegedly linked to the forced labor. ട്രംപ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോഴ്സ്ഡ് ലേബർ നിലവിലുള്ള രാജ്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ US ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ they would introduce or they would impose a higher tariff on such products. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പ്രോഡക്ട്സ് അവരുടെ കോമ്പറ്റീഷൻ കുറയും മാർക്കറ്റിൽ. സോ അവർക്കൊരു ഡിസഡ്വാൻറ്റേജ് വരും, അവരുടെ പ്രൈസും കാര്യങ്ങളൊക്കെ കൂടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇനീഷ്യേറ്റീവ്, US ഗവൺമെൻറ് ഈ ഒരു ഇനീഷ്യേറ്റീവ് ശരിക്കും നല്ലതാണോ അല്ലയോ എന്നാണ് ഈ ആർട്ടിക്കിൾ ചർച്ച ചെയ്യുന്നത്. ദെൻ നേച്ചർ ഓഫ് ദി താരിഫ് ആസ് പെർ ഞാൻ പറഞ്ഞ പോലെ തന്നെ 10% അഡീഷണൽ താരിഫ് ചുമത്തുന്നുണ്ട് അണ്ടർ ദ സെക്ഷൻ ഓഫ് 301 ഓഫ് ദ US ട്രേഡ് ആക്ട്. ദ ട്രേഡ് ഡീൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ കൺട്രീസ് വിത്ത് ഓൺഗോയിങ് ഓർ കൺക്ലൂഡഡ് ട്രേഡ് എഗ്രിമെന്റ് വിത്ത് ദ US, എക്സാമ്പിൾ EU, ജപ്പാൻ, സൗത്ത് കൊറിയ, സ്വിറ്റ്സർലാൻഡ്, റിസീവ്ഡ് റിലേറ്റീവ്ലി ഫേവറബിൾ താരിഫ് ട്രീറ്റ്മെന്റ്. അതായത് ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മെഷർ ആക്ച്വലി ഫോഴ്സ്ഡ് ലേബർ കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല US കൊണ്ടുവന്നിരിക്കുന്നത്, മറിച്ച് US-നായിട്ട് ട്രേഡ് എഗ്രിമെന്റ്സ് എഗ്രി ചെയ്യാനായിട്ട് നിർബന്ധിതരാക്കാൻ വേണ്ടിയിട്ടുള്ള US ഗവൺമെന്റ് പോളിസിയാണെന്നാണ് ഈ ആർട്ടിക്കിൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഓക്കെ, കാരണം യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, സൗത്ത് കൊറിയ, സ്വിറ്റ്സർലാൻഡ്, തായ്വാൻ ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ അത്യാവശ്യം ഫോഴ്സ്ഡ് ലേബർ ഉണ്ടോ ഇല്ല എന്ന് ഉറപ്പില്ല എന്നുണ്ടെങ്കിലും ഇവർക്കൊക്കെ നികുതി വളരെ ചെറുതാണ് ചുമത്തിയിരിക്കുന്നത്. ബിക്കോസ് ദി ഓൾറെഡി ഹാവ് എ ഗുഡ് ട്രേഡ് റിലേഷൻ ഒരു ട്രേഡ് എഗ്രിമെന്റ് വിത്ത് ദ US. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആക്ച്വലി നല്ലൊരു പോളിസി ആണോ എന്നാണ് ആലോചിക്കുന്നത്. ഇപ്പം ഇന്ത്യയുടെ കേസ് പറയുകയാണെങ്കിൽ, ഇന്ത്യ ഫോഴ്സ്ഡ് ലേബർ ഭയങ്കരമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് US അക്യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അധികം നികുതി ഒന്നും ഇന്ത്യയിൽ ചുമത്തിയില്ല. India reduced the proposed tariff of 12.5% to 10% by notification banning the imports made from the forced labor. ഇന്ത്യയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ US നമ്മൾ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അധികം നികുതി ചുമത്തുന്നില്ല. പക്ഷേ ഈ 10% ചെറിയൊരു ശതമാനത്തിന് നികുതി ചുമത്തുന്നുണ്ട്. ബിക്കോസ് വി ആർ എൻഗേജിങ് വിത്ത് എ തേർഡ് പാർട്ടി. അതായത് ഇപ്പം ഫോഴ്സ്ഡ് ലേബർ ഉള്ള രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് ട്രേഡ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ ആ ഫോഴ്സ്ഡ് ലേബറിൽ ഉണ്ടാകുന്ന പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് US അക്യൂസ് ചെയ്യുന്നത് ഇന്ത്യ എന്ത് ചെയ്യുന്നു, ഫോഴ്സ്ഡ് ലേബറിനെ ചെറുതായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ. ഓക്കെ, ദെൻ ഇംപ്ലിമെന്റേഷൻ ചലഞ്ചസ്. ഫസ്റ്റ് തിങ്, ഈ ഫോഴ്സ്ഡ് ലേബർ പ്രോപ്പറായിട്ട് ഫോറിൻ കൺട്രീസിൽ ഇപ്പോൾ ചൈനയിലും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോർത്ത് കൊറിയ, മലേഷ്യ ഇവിടെയൊക്കെ ഫോഴ്സ്ഡ് ലേബർ ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പുവരുത്താൻ പറ്റുക? അതിനുള്ള അന്വേഷിക്കാനുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെ കുറവല്ലേ. സോ ഇങ്ങനൊരു മെഷേഴ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആക്ച്വലി പ്രോപ്പർലി വർക്ക് ആകും എന്ന് തോന്നുന്നില്ല. ദെൻ ഫ്യൂച്ചർ അൺസർട്ടനിറ്റി, ദാറ്റ് വുഡ് ക്രിയേറ്റ് ദ ഫ്യൂച്ചർ അൺസർട്ടനിറ്റി. ദിസ് ആർ നോട്ട് അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇഷ്യൂസ് ഇൻവോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇത് ആക്ച്വലി നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. ഓക്കെ, US-ൻ്റെ ഉദ്ദേശം ശരിക്കും എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത പോലെയാണ്. ദെൻ നെക്സ്റ്റ് ന്യൂസ് അഗെയിൻ US റിലേറ്റഡ് ആണ്. അതായത് ഈ അടുത്ത് US-ഉം സൗദി അറേബ്യയും തമ്മിൽ ഒരു ട്രേഡ് എഗ്രിമെന്റ്, ഒരു സിവിൽ ന്യൂക്ലിയർ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
ഓക്കെ, അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി അറേബ്യ ഇപ്പൊ നിലവിൽ ഓയിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇലക്ട്രിസിറ്റിയും എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത്. എല്ലാം അവർ ഒരു രാജ്യം തന്നെ ഓയിലാണ് റൺ ചെയ്യുന്നതെന്ന് പറയാം. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളും എക്കണോമി ഈസ് ബേസ്ഡ് ഓൺ ദ ഓയിൽ. സോ ദി നീഡ് ടു ഡൈവേഴ്സിഫൈ ദ എക്കണോമി. ഇവ ടൂറിസം പ്രൊമോട്ട് ചെയ്യണം, അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി പ്രൊമോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ ലോ കാർബൺ എമിറ്റിംഗ് ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ ഹാഡ് എഗ്രിമെന്റ് വിത്ത് ദ US കോൾഡ് സിവിൽ ന്യൂക്ലിയർ കോർപ്പറേഷൻ എഗ്രിമെന്റ്, സൗദി അറേബ്യ US. പക്ഷേ ഒരു ചെറിയ പ്രശ്നമായി. ഇവരൊക്കെ എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്ത US-ഉം അതുപോലെ തന്നെ സൗദി അറേബ്യയും. പക്ഷേ എഗ്രിമെന്റ് ചെയ്തതിന് ശേഷം പറഞ്ഞു ഈ എഗ്രിമെന്റ് നിലവിൽ വരണം എന്നുണ്ടെങ്കിൽ എബ്രഹാം അക്കോർഡ് സൗദി അറേബ്യ സൈൻ ഇൻ ചെയ്യണമെന്ന് പറഞ്ഞു US. എബ്രഹാം അക്കോർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇസ്രായേലിനായിട്ട് പല രാജ്യങ്ങൾക്കും അറേബ്യൻ രാജ്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, എതിരായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു എഗ്രിമെന്റ് വന്നതിന് ശേഷം, എബ്രഹാം അക്കോർഡ് വന്നതിന് ശേഷമാണ് ഇസ്രായേൽ ഒരു രാജ്യമായിട്ട് പല അറേബ്യൻ നേഷൻസും അംഗീകരിക്കുന്നതും ഇസ്രായേലിനായിട്ടുള്ള ഒരു കണക്ഷൻ എല്ലാം വരുന്നത്. പക്ഷേ ഈ എബ്രഹാം അക്കോർഡ് എന്ന് പറയുന്നത് സൗദി അറേബ്യ ഇതുവരെ സൈൻ ഇൻ ചെയ്തിട്ടില്ല. സൈൻ ഇൻ ചെയ്യാത്തതിന്റെ കേസെല്ലാം, ഈ ഒരു കേസ് ഞാൻ കഴിഞ്ഞ ദിവസം ന്യൂസ് പേപ്പറിൽ ഇൻഡെപ്തിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻഡെപ്തിൽ ഞാൻ മീൻസ് ഇതധികം അറിയാത്ത ആൾക്കാരാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് പേപ്പർ ഡിസ്കഷൻ കാണാം. അപ്പൊ അതിനകത്ത് പ്രത്യേകിച്ച് മീൻസ് ഒരു 360 ഡിഗ്രിക്ക് ഞാൻ ഈ ഇഷ്യൂ പറഞ്ഞിട്ടുണ്ട്. അതായത് സൗദി അറേബ്യ എന്തുകൊണ്ട് സൈൻ ഇൻ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യ പറയുന്നത് വി നീഡ് എ 2-state സൊല്യൂഷൻ. അതായത് അവിടെ പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യമുണ്ട്, അതിനെ കയറി ഇസ്രായേൽ അറ്റാക്ക് ചെയ്യാൻ നിൽക്കരുത്. പാലസ്തീൻ്റെ ജെറുസലേം എന്ന് പറയുന്നത് പാലസ്തീൻ്റെ ക്യാപിറ്റലാണ്. 1967 എങ്ങനെയായിരുന്നു പാലസ്തീൻ ഇസ്രായേലും തമ്മിലുള്ള ബോർഡർ, അതുപോലെ തന്നെ അത് ഇപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇസ്രായേലിനായിട്ട് ഞങ്ങളുടെ സൗദി അറേബ്യ എഗ്രിമെന്റ് സൈൻ ഇൻ ചെയ്യാം, എബ്രഹാം അക്കോർഡ് സൈൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയായിട്ടും സൗദി അറേബ്യ സൈൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ സിവിൽ ന്യൂക്ലിയർ അഗ്രിമെന്റ് നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ US പറഞ്ഞ് എബ്രഹാം അക്കോർഡ് സൈൻ ചെയ്താൽ മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞു. ബിക്കോസ് ഇസ്രായേൽ ഇസ് ലൈക്ക് ആൻ ആലൈ ഓഫ് US. ദെൻ സൗദി അറേബ്യയുടെ ന്യൂക്ലിയർ അംബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് എ വിഷൻ 2030. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷൻ 230 എന്ന് പറഞ്ഞ വിഷൻ ഓൾറെഡി സൗദി അറേബ്യക്ക് ഉണ്ട്. അതുവഴി അവരുടെ ഡൈവേഴ്സിഫൈ ദ എക്കണോമി ബിയോണ്ട് ദ ഓയിൽ. ഞാൻ പറഞ്ഞിരിക്കുന്ന കേസ് തന്നെ, മീറ്റ് റൈസിംഗ് ദ ഇലക്ട്രിസിറ്റി ഡിമാൻഡ്, സപ്പോർട്ട് എനർജി ഇന്റൻസീവ് സെക്ടേഴ്സ് ലൈക്ക് ദ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഇൻഡസ്ട്രി. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സെന്റേഴ്സ് ഒക്കെ ഹൈ എനർജി വേണ്ട സെക്ടേഴ്സ് ആണ്. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള എനർജി ഡിമാൻഡ് നന്നായിട്ട് വരുന്നുണ്ട്. ആൻഡ് ഫ്രീ മോർ ഓയിൽ ആൻഡ് ഗ്യാസ് ഫോർ എക്സ്പോർട്സ്. ഇവർ തന്നെ യൂസ് ചെയ്യാണ്ട് ഈ ഓയിലും മറ്റു കാര്യങ്ങളൊക്കെ എക്സ്പോർട്ടിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പൊ റിന്യൂവബിൾ എനർജി അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ന്യൂക്ലിയർ എനർജി ഒക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് ഈ ഓയിലും കാര്യങ്ങളൊക്കെ മറ്റു രാജ്യങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് സാധിക്കും. ഇതൊക്കെ വിഷൻ 2030യുടെ ഭാഗമായിരുന്നു. ഓക്കെ, അപ്പൊ US-ന്റെ പൊസിഷൻ ഞാൻ ആസ് എ ടെൽ, ഈ എഗ്രിമെന്റ് നിലവിൽ വരണമെങ്കിൽ എബ്രഹാം അക്കോർഡ് ഒരു സൈൻ ഇൻ ചെയ്യും. ഇതേ സെയിം ഇഷ്യൂ ഇൻ ഡെപ്തിൽ ഞാൻ പറഞ്ഞ പോലെ അത് കഴിഞ്ഞ ദിവസം ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു എഗ്രിമെന്റിന്റെ കൺസേൺസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കൺസേൺ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ആണ്. ന്യൂക്ലിയർ എൻറിച്ച്മെന്റിനുള്ള പ്രൊവിഷൻസ് ഈ പറയുന്ന എഗ്രിമെന്റിലുണ്ട്. സൗദി അറേബ്യക്ക് ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ചെയ്യാം. എന്താണ് ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് യുറേനിയം 235ന്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്. അതൊരു പരിധി വിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ ദ ന്യൂക്ലിയർ വെപ്പൺസ്. അപ്പൊ അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് കാരണം ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉള്ള സ്റ്റേറ്റ് ആയിട്ട് മാറുമോ? ഓക്കെ, അഥവാ പ്രോലിഫറേഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് അതിലോട്ട് നയിക്കുമോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ദെൻ ഈ ഒരു എഗ്രിമെന്റിൽ ഇന്റർനാഷണൽ ഇപ്പോൾ ആറ്റോമിക് എനർജി, ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഇസ് ദ ഇറാനിയൻ ആംഗിൾ. ദാറ്റ് മീൻസ് US ഇപ്പോൾ ഇറാനുമായിട്ട് യുദ്ധം ചെയ്യുന്നത് ഇറാനിന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം റിലേറ്റഡ് ആയിട്ടൊക്കെയാണ്. അപ്പൊ ഇതുപോലൊരു പ്രോഗ്രാം സൗദി അറേബ്യനായിട്ട് അഗ്രി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇറാനായിട്ട് ഈ പറഞ്ഞ പോലെ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാംസിനായിട്ട് പ്രശ്നം. എന്നാൽ സൗദി അറേബ്യയിൽ ഇത്തരത്തിലുള്ള ന്യൂക്ലിയർ പ്രോഗ്രാംസ് സപ്പോർട്ട് ചെയ്യുന്നത് അത് രണ്ട് സ്റ്റാൻഡേർഡ് എടുക്കുന്നതല്ലേ എന്ന് ചോദിച്ചിരുന്നു. പിന്നെ റീജിയണൽ ഇമ്പാക്ട്സ്, വെസ്റ്റ് ഏഷ്യയിലെ ജിയോ പൊളിറ്റിക്സിനെ ഇത് ബാധിക്കാൻ നല്ലൊരു രീതിയിൽ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പം ന്യൂക്ലിയർ പവർ സൗദി അറേബ്യയുടെയും കൂടുന്നുണ്ട്, ഇറാന്റെയും കൂടുന്നുണ്ട്. സോ ആ ഒരു മേഖലയിൽ അവർ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ റീജിയണൽ കോൺഫ്ലിക്റ്റ്, ഹു ഈസ് ദ മേജർ കിങ് എന്നുള്ള രീതിയിൽ, ഓക്കെ, ആ ഭാഗത്ത്
മെയിൻ ആരാണ്. സോ ഇറ്റ് വുഡ് ലീഡ് ടു ദ ജിയോ പൊളിറ്റിക്കൽ പോളറൈസേഷൻ, ഇതിലോട്ടൊക്കെ നയിക്കാൻ സാധ്യതയുണ്ട്. ദിസ് ന്യൂസ് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ക്ലാസ് ഒന്ന് കണ്ടു നോക്കിക്കോളൂ, 360 ഡിഗ്രി കവർ ചെയ്തിട്ടുണ്ട്. ദെൻ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് ഞാൻ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. എബ്രഹാം അക്കോർഡ്സ്, വിഷൻ 360 എന്താ, പിന്നെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ അഡീഷണൽ പ്രോട്ടോകോൾ എന്താ, ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ വി ആർ ഗിവിംഗ് UPSC mains model question. UPSC mains model question. You can answer this question and you can send it to this mail. Okay, thank you.